നമസ്കാരം. ഈ ഒരു വീട്ടിൽ താമസിക്കുകയാണ് സത്യവും കള്ളവും. ഇവർ രണ്ടുപേരും കൂടെ ഒരു യാത്രക്കിറങ്ങുകയാണ്. കള്ളവും സത്യവും ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് യാത്ര ഇറങ്ങുകയാണ്. കള്ളം വളരെ വേഗത്തിൽ പോയി തിരിച്ച് ആ വീട്ടിലേക്ക് വന്നു. സത്യം പതുക്കെ 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 പോയിട്ടാണ് തിരിച്ചു വരുന്നത്. ഞാനിത് പറഞ്ഞത്, സത്യം എപ്പോഴും പതുക്കെയാണ് അത് അറിയുള്ളൂ. എന്താണ് റിയാലിറ്റി, ഇതിൻ്റെ മറ്റൊരു വശം എന്താണ് എന്നുള്ളത് നമുക്ക് പതുക്കെ അറിയാൻ കഴിയുള്ളൂ. അത് ഇന്നു മുതലല്ല, പണ്ടും അങ്ങനെയാണ്. കള്ളം വളരെ വേഗത്തിൽ പ്രചരിക്കും. നുണകൾ, ഗോസിപ്പുകൾ, ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, ഇത് പെട്ടെന്ന് പ്രചരിക്കും. നമ്മൾ പറയാറില്ലേ, അവൻ അങ്ങനെയാണ്, ഇവളിങ്ങനെയാണ്, മറ്റേതിങ്ങനെയാണ്. അപ്പോൾ ഇത് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇത് തെളിയിക്കാൻ എടുക്കുന്നൊരു സമയം കഴിഞ്ഞിട്ടേ സത്യം മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയിലെ പുതിയ കാലഘട്ടത്തെ പറ്റിയാണ്. ഈയിടയ്ക്ക് കോഴിക്കോട് നിന്നൊരു വാർത്തയാണ്. ഒരു ആംബുലൻസ് ലൈറ്റൊക്കെ ഇട്ട് രോഗിയുമായിട്ട് വളരെ വേഗത്തിൽ പോവുകയാണ്. പെട്ടെന്ന് ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു. ആ റോഡിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ, ഒരു ലേഡി യൂണിഫോമിലായിരുന്നു, അവർ ആ വാഹനത്തിന് മുമ്പിൽ ഓടുകയാണ്. ആ വാഹനത്തിന് വഴിയൊരുക്കാൻ വേണ്ടി മറ്റു വാഹനങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റി ഈ വാഹനത്തെ കയറ്റി വിടുകയാണ്. സോഷ്യൽ മീഡിയ 2 ദിവസം ഭയങ്കരമായി കൈയടിച്ചു. ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും നൽകി. മനുഷ്യരിങ്ങനെ ആയിരിക്കണമെന്നും മനുഷ്യ സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇതും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വർത്തമാനം പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സംഭവത്തിൻ്റെ വസ്തുത പുറത്തു വന്നത്. അതിങ്ങനെയാണ്, ആ ആംബുലൻസിൽ ഒരു രോഗിയും ഉണ്ടായിരുന്നില്ല. ഡ്രൈവർ വെറുതെ കബളിപ്പിക്കാൻ വേണ്ടി, അയാൾക്ക് വേഗത്തിൽ പോകാൻ വേണ്ടി ചെയ്ത ടെക്നിക്ക് മാത്രമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ സംഭവങ്ങളും ഇങ്ങനെയല്ലേ. ഈയിടയ്ക്ക് ഒരു പെൺകുട്ടി, വളരെ മിടുക്കിയായ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അവൾ വണ്ടിക്കകത്തിരുന്ന ബസ്സിലിരുന്ന ഒരു വീഡിയോ കാണുകയാണ്. ആ വീഡിയോ കാണുമ്പോൾ തൊട്ടടുത്തിരുന്ന ഒരു മനുഷ്യൻ, ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ അതിലേക്ക് നോക്കിയിരിക്കുകയാണ്. ആ പെൺകുട്ടി പറയുന്നത്, ആ മനുഷ്യൻ നോക്കുന്നത് അവളുടെ ശരീരഭാഗത്തേക്കാണ് എന്ന് പറഞ്ഞാണ് അവൾ ആ വീഡിയോ എടുക്കുന്നത്. അയാൾ ഇതൊന്നും അറിയാതെ ആ പെൺകുട്ടി നോക്കുന്ന വീഡിയോയ്ക്കകത്തേക്ക് നോക്കുന്നതാണെന്ന് ഏതൊരാൾക്കും കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറഞ്ഞത്, ഇയാളൊരു പ്രശ്നമാണ്, ഒരു ന്യൂയിസൻസാണ്, എൻ്റെ സ്വകാര്യ ഇടങ്ങളിലേക്ക് നോക്കുന്ന പ്രായമുള്ള ഈ ഞരമ്പനെ കൈകാര്യം ചെയ്യേണ്ടേ എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ടാഗുകളും വാർത്തകളും വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ മനുഷ്യൻ്റെ ഭാര്യ, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ മക്കൾ, പെൺമക്കൾ, കുടുംബക്കാർ, അവർ പോലും ഒരു പക്ഷേ ഇത് വിശ്വസിക്കത്തില്ല. കാരണം ആ സാഹചര്യം അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഒരു 3-4 വർഷം മുമ്പാണ് ഒരു KSRTC ബസ് ഡ്രൈവർ, ഒരു പ്രായമുള്ള മനുഷ്യനാണ്, ജരാനരകൾ ബാധിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം KSRTC ബസ് ഓടിക്കുകയാണ്. ഒരാളൊരു വീഡിയോ എടുത്തിടുകയാണ്, മദ്യപിച്ച് മതോന്മത്തനായി ബസ് ഓടിക്കുന്ന KSRTC ഡ്രൈവർ എന്ന തലക്കെട്ടോടുകൂടി. എല്ലാ മനുഷ്യരും അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ ഒരു മോശപ്പെട്ട മനുഷ്യനെ നാട്ടുകാർ കൈകാര്യം ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞാണ് നമ്മൾ അത് കണ്ടത്. മറ്റൊരു വിഷ്വലായിരുന്നു തിരുവനന്തപുരം സിറ്റിയിൽ വെച്ച് KSRTC ഡ്രൈവറും തിരുവനന്തപുരം മേയറും തമ്മിലുള്ള വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും. അതിൻ്റെ സത്യം എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഞാൻ പറഞ്ഞത്, ഈ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ വസ്തുതകൾ എന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് എനിക്ക് ആദ്യം സംസാരത്തിൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജോ വീഡിയോയോ വരുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന മുഴുവൻ വാട്സപ്പ് മെസ്സേജുകളും ഫോർവേഡ് ചെയ്യാതിരിക്കാനുള്ളൊരു മാന്യത നമ്മൾ കാണിക്കണം. അങ്ങനെ ഓരോരുത്തരും മാന്യത കാണിച്ചാൽ കള്ള അസത്യങ്ങളുടെ വാർത്തകൾ നമ്മൾ അറിയാൻ സാധ്യതയില്ലാണ്ട് വരും. ഞാൻ രസകരമായ ഒരു കാര്യം ഓർക്കുകയാണ്. ഒരു 7 വയസ്സുകാരി പെൺകുട്ടിയെ, സോഷ്യൽ മീഡിയ ഒക്കെ സജീവമാകുന്ന കാലഘട്ടത്തിലാണ്, അവളെ കാണാതായി. 7 വയസ്സേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ വാർത്ത കൊടുത്തു, പോലീസുകാരത് മാധ്യമത്തിൽ കൊടുത്തു. അവളുടെ ഫോട്ടോ അടക്കമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഇത്രയും സജീവമല്ല. അവൾക്ക് 7 വയസ്സുള്ള പെൺകുട്ടിയുടെ ചിത്രവും അവളുടെ പിതാവിനൊപ്പമുള്ള ചിത്രവും വെച്ചാണ് ഈ കുട്ടിയെ കാണാനില്ല, കണ്ടുകിട്ടുന്നവർ ഇന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ആ അഡ്വർടൈസ്മെൻറ്റ് പോയത്. 2 ദിവസം കഴിഞ്ഞു ഈ കുട്ടി മറ്റൊരു സാഹചര്യത്തിൽ വീട്ടിലെത്തി. പിന്നീട് ആ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ പറഞ്ഞ പ്രസ് മീറ്റ് നടത്തി പറയേണ്ടി വന്നു. കാരണം ഈ കുഞ്ഞിന് വേറെങ്ങും പോകാൻ കഴിയില്ല. 1 വർഷമായി, 2 വർഷമായി ഈ കുട്ടി എവിടെ പോയി നിന്നാലും ആരെങ്കിലുമൊക്കെ വിളിച്ച് ഈ നമ്പറിൽ പറയും, എന്താ നിങ്ങളുടെ കുട്ടി ഇവിടെ നിൽപ്പുകൊണ്ട് ഞങ്ങൾ കണ്ടു എന്ന് പോലീസിൽ വിളിച്ച് പറയും. ഈ കുട്ടിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലാണ് നമ്മുടെ വ്യാജ നിർമ്മിതികൾ. അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിരിക്കുകയാണ്. ശ്രീലങ്കൻ പ്രധാനമന്ത്രി സനത് ജയസൂര്യ കേരളത്തിൽ എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റർ.
ഞാൻ അദ്ദേഹം ഉടനെ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, ശ്രീലങ്കൻ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നുണ്ട്? ആ ഉണ്ട് അളിയ എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സനത് ജയസൂര്യ. ഇവൻ ഫുട്ബോൾ മാത്രം കാണുന്ന, ക്രിക്കറ്റിനോട് അത്ര താല്പര്യമില്ലാത്തൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയ സുഹൃത്തെ, അത് ആരോ എടുത്ത ഫേക്ക് സാധനമാണ്, ഫോട്ടോഷോപ്പാണ്. സനത് ജയസൂര്യ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയല്ല, ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. നീ ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞപ്പോൾ ഏതൊരു പേജിൽ കണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ. അതുപോലെ എത്രയോ സെലിബ്രിറ്റീസ് മരിക്കുന്നതിന് മുമ്പ് അവരെ കൊല്ലുന്ന സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ജാനകി അമ്മ തന്നെ ഒരു സുപ്രഭാതത്തിൽ അവർ മരിച്ചുപോയി എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്ന അവസ്ഥ വന്നു. ഈയിടയ്ക്ക് അങ്ങനെ ഒരുപാട് മനുഷ്യർ. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്, സിനിമാ സംവിധായകനായിട്ടുള്ള ബോബൻ സാമുവൽ. അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് തുരുതുരാ കോളുകൾ വരികയാണ്. അദ്ദേഹം അറിയുന്നുണ്ട്, ബെല്ലടിക്ക് ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം കോൾ എടുത്ത് സുഹൃത്തിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ മരണപ്പെട്ടു എന്ന വാർത്ത വന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ മരണപ്പെട്ടില്ല, ഞാൻ കുളിക്കായിരുന്നു പറയുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ എത്രയോ പേരെ കൊന്നിട്ടുണ്ട്, എത്രയോ കള്ളങ്ങൾ. ഇതിനെ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടം എന്നാണ് പറയുന്നത്. അതായത് വസ്തുതകളും തെളിവുകളും ഒന്നും നമുക്കറിയേണ്ടതായിട്ടില്ല, വ്യാജ നിർമ്മിതികളാണ്. നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ, അത് മതവിഷയമാകാം, പൊളിറ്റിക്കൽ വിഷയമാകാം. അത് നമുക്ക് താല്പര്യമുള്ള ആൾക്കാരെ ഫേക്കായും നമുക്ക് താല്പര്യമില്ലാത്തവരെ അല്ലെങ്കിൽ അതിനെ അപകീർത്തിപ്പെടുത്തിയുമുള്ള വ്യാജ നിർമ്മിതികൾ ലോകമൊട്ടാകെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ ആരുടെ പേരിലും ഫോട്ടോ ഷോപ്പ് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ ടെക്നോളജി അത്രമാത്രം ഗംഭീരമായിട്ടുണ്ട്. അതിനെ കുറ്റമൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരേ സമയം അത് ഗംഭീരവും മറ്റൊരു സമയം അതേപോലെ അപകടകരവുമാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനൊരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഇത്ര മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് നമ്മളിപ്പം നേപ്പാളൊക്കെ കാണുകയാണ്, സോഷ്യൽ മീഡിയ നിരോധിച്ചോടുകൂടി അവിടെ വലിയ വിപ്ലവം ഉണ്ടായി. ഒരു കോമൺ വിഷയമായിട്ടത് മാറി. ജെൻസിയുടെ ഏറ്റവും വലിയ വിഷയമായിട്ട് സോഷ്യൽ മീഡിയകൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ നിരോധിച്ചപ്പോഴാണ് നേപ്പാളിൽ ചെറുപ്പക്കാർ കൂട്ടത്തോടെ കൂടി അവർ ആ ഭരണവർഗത്തിനെതിരെ പുറത്തിറങ്ങിയത്. ഇപ്പം സോഷ്യൽ മീഡിയ മാറ്റി നിർത്തിക്കൊണ്ട്, ആ പ്ലാറ്റ്ഫോം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കിനി മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. ഒരുപാട് ഗുണങ്ങൾ അതുമൂലമുണ്ട്. ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വാട്സപ്പ് പോലെയുള്ള വലിയ ടെക്നോളജി സംവിധാനം വന്നതോടുകൂടി, പണ്ടൊക്കെ ഇപ്പം ഞാൻ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഒരു മരണവാർത്ത പറയണമെങ്കിൽ, അറിയണമെങ്കിൽ സൈക്കിൾ ചവിട്ടിയും നടന്നുമാണ് പോകുന്നത്. ഇപ്പം നമ്മളൊരു കാലഘട്ടത്തിൽ ഇതെല്ലാം കണ്ടതാണ്. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ആദ്യ കാലഘട്ടത്തിൽ ഇൻലൻഡായിരുന്നു. വല്യമ്മച്ചി മകൾക്ക് കത്തെഴുതുന്നത്, എൻ്റെ ആൻറ്റിക്ക് കത്തെഴുതുന്നത് ഞാനാണ് കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഒരു കത്തെഴുതി അതിൻ്റെ അവസാനം, നിനക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു, നിൻ്റെ മറുപടിക്കായി അമ്മച്ചി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ഈ കത്താണ് നമ്മൾ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇവിടെ നിന്ന് ട്രെയിൻ കയറി ആ മകളുടെ കയ്യിലെത്താൻ തന്നെ ഒരു 1.5 ആഴ്ച എടുക്കും. ഈ കത്തിന് വേണ്ടി മകൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ കത്ത് വായിച്ചിട്ട് ആ മകൾ അടുത്ത വിശേഷം, അല്ലെങ്കിൽ നാട്ടിലെ വിശേഷം എന്തായി, അവിടുത്തെ വിശേഷങ്ങൾ, വീട് പണി എന്തായി, അല്ലെങ്കിൽ അസുഖകാര്യങ്ങൾ എന്തായി, ചിട്ടിയുടെ ലോണ് അടച്ചോ, അല്ലെങ്കിൽ മറ്റ് ബാധ്യതകൾ എങ്ങനെയുണ്ട്, മറ്റേ അനിയത്തിക്കയുടെ മകൾക്ക് എന്തുണ്ട് വിശേഷം എന്ന് പറയുന്ന കത്തിന് വരാൻ വേണ്ടി അമ്മച്ചി കാത്തിരിക്കുകയാണ്. ഒരാഴ്ച കത്ത് വന്നില്ല എങ്കിൽ പോസ്റ്റ്മാനെ പോയി കണ്ട് അങ്ങോട്ട് പോയി ചോദിച്ച് കത്തില്ലെന്ന് ചോദിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്കറിയാം, മുത്താരംകുന്ന് പിയോ എന്ന് പറയുന്ന സിനിമ നമ്മളെ അത്രമേൽ ചിരിപ്പിച്ചതാണ്, കത്തിടപാടാണ്. വർഷങ്ങൾക്ക് ഇപ്പുറം മമ്മൂട്ടിയുടെ രേഖാചിത്രം എന്ന് പറയുന്ന ഒരു സിനിമ, ആസിഫ് അലിയുടെ രേഖാചിത്രം സിനിമയിൽ ആ റെഫറൻസുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം നമ്മളെ സ്വാധീനിച്ചിരുന്ന ഒരു കാലഘട്ടം ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഡെവലപ്പിന് മുമ്പ് കത്തിടപാടിലുണ്ടായിരുന്നു. പിന്നീട് പേജർ അടക്കമുള്ളത് വന്നു. ഇപ്പോൾ ഞാനൊരു 10-30 വയസ്സിലേക്ക് എത്തുമ്പോൾ അന്ന് ഓർക്കുട്ട് എന്ന് പറയുന്ന ഒരു സംഗതിയായിരുന്നു. പിന്നീട് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും ഒക്കെ നമ്മളെ സ്വാധീനിച്ചു. ഇതിനോടൊക്കെ നമ്മൾ താതാമ്യപ്പെടുകയും ചെയ്തു. ഇതൊക്കെ പോസിറ്റീവായി യൂസ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരുടെ കണ്ടൻസുകൾ നമുക്കറിയാം, ഒരു കാലത്ത് എത്രമാത്രം കഴിവുണ്ടെങ്കിലും ആ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്നൊരു സാഹചര്യം പലർക്കും ഉണ്ടായിരുന്നില്ല. അവസരങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ വലിയ സ്വാധീനമുള്ളവർക്ക് മാത്രം കിട്ടുകയും അവർ മാത്രം ഉയർന്നു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇന്ന് ഒരു മൊബൈൽ ഫോൺ എടുത്ത് ജോലി ചെയ്യുന്ന ഇടത്തിരുന്നൊരു പാട്ട് പാടിയാൽ, വണ്ടി ഓടിക്കുമ്പോൾ ഒരു പാട്ട് പാടിയാൽ, അല്ലെങ്കിൽ ഒരു കഥ എഴുതി ഒന്ന് പോസ്റ്റ് ചെയ്താൽ അത് വൈറലാവുകയും വലിയ അവസരം തേടി വരികയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട്, ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. സാധ്യതകളുടെ ഒരു ലോകം ഇത് തുറന്നിടുകയാണ്. പക്ഷേ ഇതിൻ്റെ അപകടം ഇതാണ്, വ്യാജ വാർത്തകൾ. ആരാണ് ശരി, ആരാണ് കള്ളം പറയുന്നത്, ആരാണ് ഫേക്ക് ന്യൂസ് പറയുന്നത്, ആരാണ് ഗോസിപ്പ് പറയുന്നത്, ആരാണ് നുണകൾ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ എല്ലാ മേഖലയും സ്വാധീനിക്കുകയാണ്. നമ്മുടെ ജനാധിപത്യത്തെ സ്വാധീനിക്കുന്നു, നമ്മുടെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നു, നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കും, നമ്മുടെ ജനാധിപത്യ ബോധ്യങ്ങളെ സ്വാധീനിക്കുന്നു. ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിനൊരു കൾച്ചർ ഉണ്ടാവണം. കൾച്ചർ ഇത്ര മാത്രമേ ഉള്ളൂ, സ്വയം നവീകരിക്കപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ.
സ്വയം ബോധ്യപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലേതാണ് സത്യം എന്നറിയുന്നതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. ആ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ സത്യം അറിയാൻ കഴിയും. ഫാക്ട്സ് ചെക്കുകളുടെ സൈറ്റുകളുണ്ട്. ഒരു വാർത്ത കാണുമ്പോൾ, പ്രത്യേകിച്ച് ഇതൊരു വ്യാജ വാർത്തയാണ് അല്ലെ മറ്റൊരാളെ അപകീർത്തിപ്പെടുന്ന വാർത്തയാണെന്ന് കണ്ടാൽ അത് റിയൽ ആണോ എന്ന് അറിയാനുള്ള എല്ലാ ടെക്നോളജിയും ഒരു സൈഡിലുണ്ട്. അതൊന്ന് നോക്കിയതിന് ശേഷം, അതൊന്ന് റെഫർ ചെയ്തതിന് ശേഷം, അതൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം വാർത്തകൾ പ്രചരിപ്പിക്കണം. ഇല്ല എങ്കിൽ അപകടങ്ങൾ വളരെ വലുതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ, ജീവിച്ചിരിക്കുന്ന ഒരാൾ മരണപ്പെട്ടു പോയെന്ന് മറ്റൊരാൾ പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ദുഃഖം ഉണ്ടാവും. അതുപോലെയാണ് ഓരോരുത്തരും പോയി പെട്ടുപോകുന്നത്. ഇതിനോട് പറയാനുള്ള മറ്റൊരു കാര്യം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പല കമൻറ്റുകൾ ചെയ്യുന്നത്. അതായത് സമൂഹത്തിൽ വളരെ മാന്യമായി ജീവിക്കുന്ന ചില മനുഷ്യരായിരിക്കും. ഞാൻ ഈയിടയ്ക്ക് ഒരു മനുഷ്യൻ, അദ്ദേഹം എനിക്ക് വലിയ ബഹുമാനമുള്ള മനുഷ്യനാണ്. ഞാനും അയാളും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. വലിയ മാന്യനാണ്, അധ്യാപകനാണ്, കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ കണ്ട ഒരു രസകരമായ കാഴ്ച, കേരളത്തിലൊരു വിവാദ വാർത്ത ഉണ്ടായപ്പോൾ അത് ഒരു വാർത്ത ഒരു ടൈറ്റിലോട് കൂടി ഒരു ന്യൂസ് ചാനൽ പബ്ലിഷ് ചെയ്യുകയാണ്. അതിൻ്റെ അടിയിൽ കിടക്കുന്ന കമൻറ്റുകളിൽ ആദ്യം കിടക്കുന്ന കമൻറ്റ് ഇദ്ദേഹത്തിൻ്റെയാണ്. ആ കമൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വൾഗറാണ്, അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമാണ്, അങ്ങേയറ്റം ഹീനമായൊരു കമൻറ്റാണ്. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഞാൻ ഈ മനുഷ്യന് അയച്ചു കൊടുക്കുകയാണ്. ഈ മനുഷ്യൻ അമ്പരന്നു, പ്രയാസപ്പെട്ടു, എന്നോട് സോറി പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞതാണ്, ഞാനൊരു ചെറിയ കമൻറ്റ് ചെയ്തോളൂ സാർ, പെട്ടെന്നൊരു ഫ്രസ്ട്രേഷൻ കണ്ടപ്പോൾ കമൻറ്റ് ചെയ്തതാണ്, പക്ഷെ അത് ആരും അറിയുമെന്ന് കരുതിയില്ല. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഒരു ന്യൂസിൻ്റെ അടിയിൽ 900 അല്ലെങ്കിൽ 10,000 കമൻറ്റുകളാണ് വരുന്നത്. നിങ്ങളെ അറിയാവുന്ന മനുഷ്യരിത് കാണുന്നുണ്ട്, നിങ്ങളുടെ മക്കൾ ഇത് കാണുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ അറിയാവുന്നവർ കാണുന്നുണ്ട്. നിങ്ങളൊരു കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വികാരമാണ് പ്രകടിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു മനുഷ്യനെ ആക്രമിക്കുന്നത് കല്ലുകൊണ്ടും കമ്പ് കൊണ്ടും ആയുധം കൊണ്ടുമാണെങ്കിൽ ഇന്ന് ആക്രമിക്കുന്നത് ഈ വാചകങ്ങൾ കൊണ്ടാണ്, ഈ അനാവശ്യമായ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് പിൻവലിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം അത് പിൻവലിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊന്നും അറിയാതെ ചെയ്യുന്നതാണ് പലപ്പോഴും. ഇത് ആരും അറിയുന്നില്ല, ഇതാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും ഇത് വലിയ അപകടമാണ്. നിയമവ്യവസ്ഥയിൽ ഇതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇതിനെ ഇല്ലായ്മപ്പെടുത്താൻ എന്തെങ്കിലും വലിയ സാധ്യതകളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. IT ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നാണ് അതിന് പറയുന്നത്. ഈ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ അത് അത്രയും ശക്തവും സുദൃഢവുമല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. അതായത് ഒരാളെ അപകീർത്തിപ്പെടുത്തി ഒരു പോസ്റ്റ് ഇട്ടാൽ, ഒരാളെ മോശപ്പെടുത്തി ഒരു വർത്തമാനം പറഞ്ഞാൽ, ഒരാളെ ആയുധം കൊണ്ട് ആക്രമിക്കുന്നതിനേക്കാളും കൂടുതൽ വാക്കുകൊണ്ട് ആക്രമിക്കുന്ന ഇത്തരം പദപ്രയോഗങ്ങൾ ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. പക്ഷേ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഒരു ബെയിലബിൾ ഒഫൻസിൻ്റെ അപ്പുറത്തേക്ക് ഇത് മാറുന്നില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ്. ഞാൻ ഒരു വീഡിയോ ചെയ്ത ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ വളരെ മോശമായി എന്നെപ്പറ്റി കമൻ്റ് എഴുതി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു, നോൺ ബെയിലബിൾ ഒഫൻസിൽ കേസ് എടുത്തു. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് വലിയ മാറ്റം വരാൻ സാധ്യതയില്ല. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാർക്കെതിരെയാണെങ്കിൽ അല്ലെങ്കിൽ രാജ്യത്തെ VIP-കൾക്കെതിരെയാണ് ഇത്തരം ഒരു കമൻ്റ് എടുക്കുന്നതെങ്കിൽ മറ്റ് ചില നിയമങ്ങൾ ഉൾപ്പെടുത്തി വലിയ കേസുകൾ എടുക്കും. പക്ഷേ സാധാരണക്കാരന് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഇത്തരം കൾച്ചറുകളില്ല, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായ വസ്തുതയാണ്. തുടക്കത്തിൽ പറഞ്ഞതിലേക്ക് ഞാൻ വീണ്ടും പോകുന്നു. കള്ളവും സത്യവും യാത്ര പോകുമ്പോൾ പെട്ടെന്ന് ലോകം ചുറ്റി തിരിച്ചു വരുന്നത് കള്ളമാണ്. സത്യം പതുക്കെ വരുള്ളൂ. സത്യം അറിയാനുള്ള, വസ്തുതകൾ അറിയാനുള്ള പ്ലാറ്റ്ഫോമായി സോഷ്യൽ മീഡിയയെ മാറ്റണം. സോഷ്യൽ മീഡിയ എല്ലാവർക്കും വലിയ സാധ്യതകൾ തുറന്നു തരുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ അമേരിക്കയിലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇരുന്നാൾക്കും കേൾക്കുക. ഒരു 15 വർഷം മുമ്പ് ഇത്തരമൊരു സാധ്യതയുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മൈക്ക് കെട്ടി വേദികളിൽ നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം മാത്രം കേൾക്കുകയും അതാണ് സത്യമെന്ന് പറയുകയും ചെയ്യും. ഇന്ന് ഇത്തരം അസത്യപ്രചരണങ്ങളൊക്കെ പൊളിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഒരാളൊരു കാര്യം പറഞ്ഞാൽ, ഒരു വസ്തുത പറഞ്ഞാൽ, ഒരു പ്രസംഗം പ്രസംഗിച്ചാൽ അത് കള്ളമാണ്, അതിന് ശരി ഇതാണെന്ന് പറയാൻ സോഷ്യൽ മീഡിയ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാണ്. വിദ്യാഭ്യാസം മുഴുവൻ തകർന്നു പോയി, കുട്ടികൾ പഠിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി, വീടുകളിൽ കുഞ്ഞുങ്ങളായിപ്പോയി. ആ സമയത്ത് വിപ്ലവം നമ്മളുണ്ടാക്കി. ആ വിപ്ലവം ഇങ്ങനെയായിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്കൂളിടങ്ങളിലേക്ക് വന്നു, കുട്ടികളൊക്കെ പഠിക്കാൻ തുടങ്ങി, അവർക്ക് ടെക്സ്റ്റുകൾ കണ്ടുപഠിക്കാം, അധ്യാപകരെ കണ്ടുപഠിക്കാം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സ്വീഡൻ എന്ന് പറയുന്ന വലിയ മനോഹരമായ രാജ്യമുണ്ട്. സാമ്പത്തിക സ്ഥിതിയിൽ വലിയ ഉന്നതമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് സ്വീഡൻ. സ്വീഡനിലാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ വിപ്ലവമൊക്കെ ഉണ്ടായ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്ന് സ്വീഡനാണ്. സ്വീഡനിൽ കുട്ടികൾ ക്ലാസ് റൂമിൽ വരുന്നില്ല, അവരെ ടെക്നോളജിയുടെ ഭാഗമായി ഈ പറയുന്ന ലാപ്ടോപ്പുകളിൽ വിദ്യാഭ്യാസം കൊണ്ടുപോകുന്നു. സ്വീഡൻ എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ വർഷം 2024 ജനുവരിയിൽ എടുത്ത വിപ്ലവകരമായൊരു തീരുമാനമുണ്ട്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയ യുഗത്തിൽ കൂടുതൽ മുമ്പോട്ട് പോകുമ്പോൾ, ക്ലാസ് മുറികൾ മുഴുവൻ ടെക്നോളജിയുടെ വിശാലമായ സാധ്യതയെ ഉപയോഗപ്പെടുത്തുമ്പോൾ, ലാപ്ടോപ്പുകൾ ആക്കി ക്ലാസ് റൂമുകളെ മാറ്റുമ്പോൾ സ്വീഡൻ ഒരു തീരുമാനമെടുത്തു. ഈ പറയുന്ന എല്ലാം ഉപേക്ഷിച്ച് പാരമ്പര്യമായ ക്ലാസ് റൂമിലേക്ക് കുട്ടികൾ കടന്നു വരണം. യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ മാറി ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് കൂടുതൽ അഡിക്റ്റഡ് ആവുകയാണ്. ബന്ധങ്ങളില്ല,
പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അപ്പൻ ട്രെയിൻ കയറ്റി എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ ബോംബെയിലേക്ക് വിടുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. ട്രെയിനിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് അപ്പൻ വന്ന് എൻ്റെ കൂടെ വന്ന് നിന്നതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ എനിക്കൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യരോട് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു 3 ദിവസത്തെ യാത്രയാണ്. ബോംബെയിലേക്ക് ട്രെയിൻ എത്തണമെങ്കിൽ 2.5-3 ദിവസം എടുക്കും. ഈ 3 ദിവസം കൊണ്ടൊരു കുടുംബമായി മാറുകയാണ് ആ ട്രെയിനിലുള്ള മുഴുവൻ മനുഷ്യരും. തമ്മിൽ ഭക്ഷണങ്ങൾ പങ്കുവച്ചും വാർത്തകൾ പങ്കുവച്ചും കഥകൾ പറഞ്ഞും വർത്തമാനങ്ങൾ പറഞ്ഞും ട്രെയിൻ പോയി ബോംബെയിൽ നിൽക്കുന്ന സമയം വലിയ ബന്ധങ്ങൾ അവിടെ ഉണ്ടാവുകയാണ്. പിന്നീട് അവരൊക്കെ പരസ്പരം മിണ്ടുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും അവരുടെ വീടുകളിലെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കയറിയാൽ വ്യത്യസ്തരായ മനുഷ്യരാണ്. എല്ലാവരും മൊബൈൽ ഫോൺ എടുത്ത് നമ്മുടെ മുഴുവൻ സമയവും അതിലേക്കാണ്. മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്നതൊക്കെ നമ്മൾ അറിയുകയാണ്. പക്ഷേ തൊട്ടടുത്തിരിക്കുന്നവൻ എന്ത് സംഭവിക്കുന്നു നമ്മൾ അറിയുന്നില്ല. തൊട്ടടുത്തിരിക്കുന്നവൻ ഒന്ന് മയങ്ങി വീണാൽ അവനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് സാധ്യതകൾ, ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. നമ്മൾ പ്രളയ സമയം നമ്മൾ കണ്ടതാണ്, കോവിഡ് സമയം നമ്മൾ കണ്ടതാണ്. പ്രളയ സമയത്ത് ഈ ജലം മുഴുവൻ ഒഴുകി വന്ന് മനുഷ്യരെ മുഴുവൻ എടുത്തുകൊണ്ട് പോയ സമയത്ത് മറ്റ് വിദേശ രാജ്യങ്ങളിലിരുന്ന് മക്കൾ നിലവിളിക്കുകയാണ്. എൻ്റെ അപ്പനും അമ്മയും ഒക്കെ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് പറയുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന എത്രയോ സ്ത്രീകളെ നമ്മൾ കണ്ടു. അനാഥരായ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന സ്ത്രീകൾ. കാരണം ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് വാർത്തകൾ കേൾക്കുകയാണ്. എത്രയോ പേരെ കരുതലായി ചേർത്ത് പിടിക്കുന്ന. നമുക്കറിയാം, വയനാട് ഈ സമയത്ത് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അങ്ങ് തിരുവനന്തപുരം മുതലുള്ള മനുഷ്യർ ഇത് മുഴുവൻ കളക്ട് ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയയുടെ ഒരു വിപ്ലവം തന്നെയാണ്. പക്ഷേ ആ വിപ്ലവത്തിനൊപ്പം ഇത്തരമൊരു സാഹചര്യം കൂടെയുണ്ട്. ഇവിടെ പാലിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളൊരു കമൻറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വർത്തമാനം പറയുമ്പോൾ, നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ, നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ, ഇത് മറ്റൊരാളെ ബാധിക്കുന്നതാണോ, അയാളുടെ സ്വകാര്യതയെ ഹർട്ട് ചെയ്യുന്നതാണോ, ഞാൻ എഴുതുന്ന ഈ കമൻറ്റ് കൊണ്ട് നാളെ അവൻ്റെ ജീവിതം എന്നേക്കുമായി തീർന്നു പോകുന്നതാണോ എന്ന് സ്വയം ചിന്തിച്ച് എന്ത് കാര്യം പോസ്റ്റ് ചെയ്താലും അതൊന്നും ഒരാളെയും തകർക്കില്ല. മറിച്ച് കിട്ടുന്നത് മുഴുവൻ മാലിന്യങ്ങൾ മുഴുവൻ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കിട്ടുന്ന മാലിന്യങ്ങൾ മുഴുവൻ വലിച്ചു വാരി അപ്പുറത്തെ സ്ഥലത്തേക്ക് എറിയുന്ന കൾച്ചറാണെങ്കിൽ ഒരുപാട് പേരെ നിങ്ങൾ ഇതിനോടകം തകർത്തിട്ടുണ്ടാവും. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, നിങ്ങൾ എഴുതിയത് മൂലം, നിങ്ങളൊരു പോസ്റ്റ് ഇട്ടത് മൂലം, നിങ്ങളൊരു കമൻറ്റ് ചെയ്തത് മൂലം എത്രയോ ജീവിതങ്ങൾ തരിപ്പണമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാൻ സാധിക്കത്തില്ല. പക്ഷേ നിങ്ങളറിയാതെ അങ്ങനെ ഒരുപാട് മനുഷ്യർ ഇരുണ്ട ജീവിതത്തിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് സംയമനം പാലിക്കുക. നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു ഫോർവേഡ് മെസ്സേജ്, നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു വീഡിയോ സന്ദേശം, നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു പോസ്റ്റ്, അത് സത്യമാണോ എന്ന് ചിന്തിക്കാനുള്ള വിവേചന ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ സോഷ്യൽ മീഡിയ ഒരു വിപ്ലവമാണ്. സോഷ്യൽ മീഡിയ പ്രസിഡൻ്റാക്കിയ ഒരു വ്യക്തിയുണ്ട്, അമേരിക്കയുടെ പ്രസിഡൻ്റായ ബറാക് ഒബാമ. കറുത്തവർഗക്കാരനായിരുന്നു. ഒരിക്കലും അയാൾ പ്രസിഡൻ്റ് ആകില്ല എന്നാണ് നമ്മൾ ധരിച്ചത്. പക്ഷേ അവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ ഒന്നടങ്കം ബറാക് ഒബാമയുടെ കൂടെ നിന്നു. അമേരിക്ക കണ്ട നല്ല പ്രസിഡന്റ്മാരിൽ ഒരാളായി ബറാക് ഒബാമയ്ക്ക് മാറാൻ സാധിച്ചത് സോഷ്യൽ മീഡിയ വിപ്ലവമാണ്. സോഷ്യൽ മീഡിയ വളർത്തിയ ഒരുപാട് മനുഷ്യരുണ്ട്. നമുക്കറിയാം, ഒരു പാട്ടുകാരി ഒരു റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു സ്ത്രീ, ഒരു ഭിക്ഷ എടുക്കുന്ന ഒരു സ്ത്രീ എവിടെയോ കിടന്നുറങ്ങിയതാണ്. അത് ആരോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ആ പാട്ട് വൈറലായി. പിന്നീട് അവർ ഇന്ത്യ അറിയുന്ന പ്രശസ്തരായ ഗായകരുടെ പാടി. പിന്നീട് അതാണ് അതിൻ്റെ രസം. സോഷ്യൽ മീഡിയ തന്നെ, നമ്മൾ പണ്ടൊരു കഥ പറയില്ലേ, കൊല്ലുന്നതും കൊല്ലിക്കുന്നതും വളർത്തുന്നതും ഒക്കെ സോഷ്യൽ മീഡിയയാണ്. ആ സ്ത്രീ, ആ ഭിക്ഷയെടുത്ത് നടന്ന സ്ത്രീ ഒരു പാട്ട് പാടുകയും അത് ആരോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് സോനു നിഗം അടക്കമുള്ള വലിയ പാട്ടുകാർ അവരെ കൊണ്ട് പാടിക്കുകയും ഒക്കെ ചെയ്തു. വലിയ പ്രശസ്തയായി. പക്ഷേ പ്രശസ്തിയിൽ അവർ മതിമറന്നു. അവരുടെ വസ്ത്രവിധാനം മാറി, അവരുടെ രീതികൾ മാറി, സംസാര ശൈലികൾ മാറി, എളിമയും വിനയവും മാറി. ഭിക്ഷ എടുക്കാൻ നടന്ന സമയത്ത് മനുഷ്യരോട് കാണിച്ച ആ സൗമനസ്യവും ആ സഹതാപവും ഒക്കെ മാറി. അഹങ്കാരത്തിൻ്റെ മൂർത്തിമത് ഭാവമായി അവർ മാറി. ഈ വളർത്തിയ സോഷ്യൽ മീഡിയ അതുപോലെ താഴെയിട്ടു. അവരുടെ പാട്ടുകളെയൊക്കെ തിരസ്കരിച്ചു, നിരാകരിച്ചു. അങ്ങനെ എന്നേക്കുമായിട്ട് അവർ അപ്രത്യക്ഷയായി. സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. ഒരു കയ്യിൽ വാളും മറു കയ്യിൽ പൂച്ചെണ്ടും ഉണ്ടാകും. നിങ്ങൾ നല്ലത് ചെയ്താൽ പൂച്ചെണ്ട് തരും, നിങ്ങൾ മോശമാക്കിയാൽ വാളെടുത്ത് നിങ്ങളെ കുത്തിക്കൊല്ലുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇതൊരു വലിയ അവസരമാണ്, വലിയ സാധ്യതയാണ്. കഴിവുള്ള മനുഷ്യർക്ക് കഴിവ് പ്രകടിപ്പിക്കുന്നതിനും വളരാനും ഒറ്റയ്ക്ക് വഴിവെട്ടി പോകാനും ഒക്കെ കഴിയുന്ന വലിയ അവസരമാണ്. അത് മനോഹരമായി ചെയ്താൽ, മറ്റൊരാളെ ഉപദ്രവിക്കാതെ ചെയ്താൽ. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ മൂക്കിൻ്റെ തുമ്പ് വരെയുള്ളൂ, തൊടാനുള്ളതല്ല എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഇതൊരു വിപ്ലവമായിരിക്കും. ആ വിപ്ലവം മനോഹരമായി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.